അനുമോള് ഗെയിം കളിച്ചു. അനുമോള് നന്നായിട്ട് ഗെയിം കളിച്ചു. നമുക്കില്ലെന്ന് പറയാൻ പറ്റുമോ? ആദ്യം ഇപ്പൊ കരച്ചിലും ഒരു ഗെയിമാണ്. അതെ, കോണ്ടന്റ് ആണ്. ആ അല്ലേ? അതെ. അപ്പൊ അത് ബുദ്ധിപൂർവ്വം. അതെ, അനുമോള് കുറച്ചു നാള് കരഞ്ഞു, പിന്നെ അതൊന്ന് ബ്രേക്ക് എടുത്ത് പ്ലാച്ചിയെ കൊണ്ട് കുറച്ചാള് പ്ലാച്ചി എന്ന് പറഞ്ഞ് കാണിച്ചു, പിന്നെ ബ്രേക്ക് എടുത്തു, പിന്നെ എനിക്ക് തോന്നുന്നു എന്തോ ലവ് ട്രാക്ക് എന്തോ പിടിക്കാൻ നോക്കി. അതാ പറഞ്ഞ ഓരോ സ്റ്റേജ് അതൊരു ഗെയിം ഷോ ആണ്. അപ്പൊ അത്രയും അത് ബുദ്ധിപൂർവ്വം ആ കുട്ടി കളിച്ചതുകൊണ്ടല്ലേ കപ്പ് കിട്ടിയത്. ആക്ട്രസും മുൻ ബിഗ് ബോസ് താരവുമായിട്ടുള്ള യമുനയാണ്. യമുനയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവില് ആങ്കർ ചോദിക്കുന്ന ചോദ്യമാണ് അനുമോള് ബിഗ് ബോസ് വിന്നർ ആയതിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചതാണ് യമുനയുടെ അടുത്ത്. യമുന നല്ല രീതിയിൽ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അനുമോള് നന്നായിട്ട് അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പൊ അനുമോളുടെ കരച്ചിലാണെങ്കിൽ പോലും അതൊരു ഗെയിം ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് പോലും ഒരു കഴിവ് വേണ്ടേ? അപ്പോൾ അനുമോള് ബിഗ് ബോസിന്റെ വിന്നറാവാനായിട്ട് എല്ലാ യോഗ്യതയുണ്ട്, നന്നായി ഗെയിം കളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏങ്കറിന്റെ മുഖത്ത് സുഖകരമല്ല. ഏങ്കർക്ക് എന്തോ അതങ്ങ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അവിടെ യമുന ഇതെല്ലാം മറുപടി പറയുന്ന ഏങ്കർ വിചാരിച്ചെന്ന് തോന്നുന്നു. സംഭവം അങ്ങ് ഒത്തില്ല. അപ്പൊ ഏങ്കർക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഏങ്കർ അവിടെ വീണ്ടും കുത്തി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഗെയിമൊക്കെയാണ്, കരച്ചിലല്ലോ, കുറച്ച് നാള് കരച്ചില്, അത് കഴിയുമ്പോ പിന്നെ പ്ലാച്ചിനെ പിടിച്ച് നടക്കുന്നു, പിന്നെ പ്രണയ നാടകം, അതായത് കോംബോ പിടിക്കാനായിട്ട് നോക്കുന്നു. അങ്ങനെയൊക്കെ പല ഗെയിമും അനുമോൾ അവിടെ കളിച്ചിട്ടുണ്ട് എന്നാണ് അടുത്തതായിട്ടുള്ള ഏങ്കറിന്റെ ഒരു ചോദ്യവും അല്ലെങ്കിൽ ഉത്തരവുമായിട്ട് ഏങ്കർ അവിടെ പറയുന്നത്. ആ സമയത്ത് ഏങ്കറിന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? എന്തായാലും നമ്മുടെ RJ ബിൻസിക്കും ശൈത്യക്കും ഒപ്പമുള്ള ആരും ആണെന്ന് തോന്നുന്നു ഈ ഏങ്കറായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ചുള്ളത്തിക്ക് അനുമോള് വിന്നറായത് ഒട്ടും പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോ അത് ഇവിടെ ചോദ്യം ചോദിച്ചുകൊണ്ട് അവരതിനെ നല്ല പോസിറ്റീവായിട്ട് റെസ്പോൺസ് ചെയ്ത സമയത്ത് അതങ്ങ് ഇഷ്ടപ്പെടാതെ അനുമോളെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു ഏങ്കർ തന്നെ ഇരുന്നുകൊണ്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അല്ല കൊച്ചേ, എനിക്ക് ചോദിക്കാനായിട്ട് തോന്നിയ കാര്യം, ഇവിടെ അനുമോൾ എവിടെയാണ് അവിടെ പ്രണയ നാടകം കളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ലവ് കോംബോ പിടിക്കാൻ നോക്കിയത് അനുമോള് എപ്പോഴായിരുന്നു? നമ്മൾ ബിഗ് ബോസ് 100 ദിവസം കണ്ട ആൾക്കാരല്ലേ. അനുമോള് കോംബോ പിടിക്കാൻ നോക്കിയത് ഞങ്ങളും കണ്ടില്ല കേട്ടോ. ഞാനിപ്പോ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്നതല്ലേ. ഇത്രയും ദിവസം 100 ദിവസം നമ്മള് ബിഗ് ബോസ് ഷോ കണ്ടിട്ട് അനുമോൾ അവിടെ ലവ് കോംബോ പിടിക്കാൻ നോക്കിയത് ആരെയാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടില്ല. എന്തായാലും ഈ പറയുന്ന കക്ഷി വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആയിരുന്നുണ്ടാവും, ബിഗ് ബോസ് ഉള്ളിലായിരുന്നുണ്ടാവും. അപ്പോ അനുമോള് ലവ് കോംബോ പിടിക്കാനായിട്ട് ഇരുന്നത് ഇവളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചുള്ളത്തേക്ക് ഇത്ര ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നത്. ഇപ്പോ ശൈത്യയും RJ ബിൻസിയും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ഏങ്കർ വിളിച്ചു പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അവിടെ യമുന എന്ന് മര്യാദയ്ക്ക് പറയുന്നുണ്ട് അനുമോൾ നന്നായിട്ട് ഗെയിം കളിച്ചു എന്നുള്ളത്. അവിടെ കരച്ചിൽ പോലും അതൊരു ഗെയിമായിട്ട് കാണാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് അവിടെ യമുന പറയുന്നുണ്ട്. പിന്നെ അനുമോൾ അവിടെ കരഞ്ഞത് ഗെയിം ആണെങ്കിലും ഗെയിം അല്ലെങ്കിലും വെറുതെ ഒരു മുക്കിൽ പോയിരുന്നിട്ട് ഏത് നേരം കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു ബിഗ് ബോസ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അയ്യോ പാവം അനുമോൾ ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കുന്നു, പാവം നമുക്ക് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ വോട്ട് ചെയ്യായിരുന്നു. ഇത് മണ്ടത്തരൊക്കെയാണ് വിളിച്ചു പറയുന്നത്. അവിടെ പറയുന്ന ഒരു കാര്യമാണ് ആങ്കർ അങ്ങോട്ട് പിടിച്ചങ്ങ് അതുമേ അങ്ങ് വിളിച്ചു പറയുന്ന കാര്യമാണ് കരച്ചില്. അത് കഴിഞ്ഞപ്പോൾ പ്ലാച്ചി, ഇനിയിപ്പോൾ പ്ലാച്ചിയുടെ കാര്യം, ഈ പ്ലാച്ചിയും പിടിച്ചുകൊണ്ട് കുറച്ച് നാൾ അനുമോള് നടന്നു എന്നുള്ളതൊരു കാര്യമാണ്. അതിന് ശേഷം ഷിയാസ് വന്ന് അതിനെ വലിച്ചെറിഞ്ഞിട്ട് ലാലേട്ടൻ അത് വീണ്ടും തിരിച്ചുകൊണ്ട് കൊടുത്തു. പക്ഷേ അതിനുശേഷം അനുമോൾ ആ പ്ലാച്ചി പിടിച്ചുകൊണ്ട് നടന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല, അതൊരു നെഗറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കിയ അനുമോള് പിന്നീട് ആ ഒരു പ്ലാച്ചിയെ മാറ്റി വെക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ ലവ് കോംബോ ഇവിടെ ശൈത്യയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആദ്യം ആര്യനുമായിട്ട് ലവ് കോംബോ, പിന്നെ പ്രവീണുമായിട്ട് ലവ് കോംബോ, പിന്നെ അനീഷുമായിട്ട് ലവ് കോംബോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശൈത്യയാണ്. അപ്പൊ ഒന്നല്ലെങ്കിൽ ശൈത്യയുടെ കൂട്ടുകാരിയോ ആരെങ്കിലും ആവാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഏങ്കർ. അപ്പൊ അതിന്റെ കരിപ്പാണെന്ന് തോന്നുന്നു പറഞ്ഞു തീർക്കുന്നത്. എന്തായാലും ഉത്തരമ യമുനയുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചത്ര കിട്ടാത്തതിന്റെ വിഷമവും ഏങ്കർക്ക് നന്നായിട്ടുണ്ട്. ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെൺകുട്ടി വിന്നറായതാണോ പ്രശ്നം എന്ന് പറയുന്നത്? അതൊരു പെൺകുട്ടി നീ പറയുന്ന ബിഗ് ബോസ് എന്നുള്ള ഷോയില് കരഞ്ഞതാണോ ഇവരുടെ പ്രശ്നം? കരയുന്നത് ഇത്ര വലിയ വിഷയമാണോ? അപ്പൊ ഇവർക്ക് ആർക്കും കണ്ണീര് വരില്ല? ഇവരാരും ഒരു കാര്യത്തിനും വിഷമിക്കില്ലേ, കരയില്ലേ എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അനുമോളോട് പല വിഷയങ്ങളും കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വിചാരിച്ച് ഏതു നേരം അവിടെ കരച്ചിലായിരുന്നു അനുമോൾ നടത്തിയിരുന്നത്. എല്ലാ മുക്കിലും മൂലയിലും പോയിരുന്നിട്ട് ഫുൾ ടൈം ക്യാമറ നോക്കിയിരുന്ന് കരയുന്ന അനുമോളെയാണോ നമ്മൾ കണ്ടത്? ഞാൻ അങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളും വഴക്കുകളും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമതകളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അനുമോളോടെ കരഞ്ഞിട്ടുണ്ട്. നോർമലി എല്ലാവരും കരയുന്ന ഒരു കാര്യമാണ്. ആ വീട്ടിൽ കരയാത്തവർ ആരാ ഉള്ളത്? ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡേ സമയത്ത് അവിടുത്തെ ഇമോഷണൽ സാധനങ്ങൾ അവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ ബിഗ് ബോസ് വീട്ടിൽ കരയാത്ത ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കരയുന്ന സീന് ബിഗ് ബോസ് തന്നെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനുമോള് മാത്രം കരച്ചിൽ എന്ന് പറഞ്ഞ് ഇവരെന്ത്
എന്തിനാണ് മൂങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. ഇവർക്കാണ് പ്രശ്നം. അനുമോൾ ഇവിടെ കരഞ്ഞതിനെന്ന് തോന്നുന്നു. പുറത്ത് കുറേ എണ്ണത്തിനെ അനുമോൾ അതിനുള്ളിൽ. പക്ഷെ ബാക്കിയുള്ളവരാരും തന്നെ കരഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അനുമോൾ കരഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ ഡ്രാമ. അനുമോൾ ഏതെങ്കിലും ആണുങ്ങളോട് മിണ്ടിക്കഴിഞ്ഞാൽ അത് ലവ് കോമ്പോ. ഇതിനും പ്രശ്നം, എല്ലാത്തിനും പ്രശ്നം അനുമോള്. ഇപ്പോ അനുമോള് വിന്നറായിട്ട് പുറത്തിറങ്ങിയതിന് ശേഷവും അനുമോൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന് ഓരോരുത്തരി വന്നിരുന്ന് മെഴുകുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പൊ ഒരു ആങ്കർ വന്നിരുന്ന് ഇതുപോലെ മെഴുകുന്ന കണ്ട സമയത്ത് ഇതിനെക്കുറിച്ച് എന്തായാലും ഒന്ന് പറയണം തോന്നിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇത് നമുക്കറിയാം അനുമോൾ അത്രത്തോളം അവിടെ സഹനങ്ങൾ സഹിച്ചിട്ടാണ് ആ ഒരു വിന്നർ ആയിട്ടുള്ളത് എന്നുള്ളത്. അവിടെ അതുപോലെ അനുമോൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ പലരും ഒറ്റിക്കൊടുത്തിട്ടുണ്ട്, അതുപോലെ പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. അത്രയും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അനുമോൾ ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആയിരുന്നില്ല. ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് തെറ്റുകളും ഒക്കെ അനുമോളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്ത് അനുമോൾ 100 ദിവസം അവിടെ നിന്ന് ആ പ്രതിസന്ധികൾ മുഴുവൻ തരണം ചെയ്തിട്ടാണ് അനുമോൾ ആ കപ്പ് കയ്യിലേന്തിയത്. ഇത് അനുമോള് ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ പറയുന്ന പോലെ കരച്ചിൽ ഡ്രാമ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ രേണുസുതിയെ പുറത്തേക്ക് എറിഞ്ഞ പോലെ ലാലേട്ടൻ അനുമോളെയും കൈപിടിച്ച് പുറത്തു കൊണ്ടുവരുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രേണുസുതിക്ക് അതായിരുന്നല്ലോ എന്റെ തത്തമ്മേ, എന്റെ സങ്കടം കേക്കു തത്തമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന ആള് രേണുസുതിയാണല്ലോ. അപ്പൊ രേണുസുതിയിലെ കുറേ ആഴ്ചത്തെ ഈ കരച്ചിൽ ഡ്രാമ കണ്ട സമയത്ത് ലാലേട്ടൻ തന്നെ വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോയില്ലേ രേണുസുതിനെ. അതുപോലെ അനുമോൾ ഒരു കരച്ചിൽ ഡ്രാമ മാത്രമാണ് അവിടെ നടത്തിയിരുന്നത് എന്നുണ്ടെങ്കിൽ കരഞ്ഞത് മതി, വാ പുറത്തേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിലെ ബിഗ് ബോസ് പുറത്താക്കിയേനെ, അല്ലെങ്കിൽ ലാലേട്ടൻ തന്നെ കൈപിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയേനെ. ആരോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു അനുമോളെ എങ്ങാനും പുറത്താക്കിയിരുന്നെങ്കിൽ പിന്നെ അവിടെ വേറെ കണ്ടന്റ് ഇല്ലല്ലോ എന്നുള്ളത് പറയുന്നത് കേട്ടു. ഇപ്പൊ ജിസേലുമായിട്ടുള്ള ഒരു വിഷയം, ആ പ്രശ്നമൊക്കെ വന്ന സമയത്ത് അനുമോള് ജിസേലിന്റെ മേത്തേക്ക് കൈവച്ചു, തള്ളി, ഇതൊക്കെ എന്നുള്ളത് കൊണ്ട് ഇനി എങ്ങാനും അനുമോളെ പുറത്താക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വേറെ കണ്ടന്റ് ഇല്ലല്ലോ എന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം അനുമോൾ അവിടെ ജിസേലിനെ ഉപദ്രവിച്ചിട്ടില്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിവില് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ തട്ടുന്ന ഒരു കാര്യമാണ് ഉണ്ടായത്, അല്ലാതെ ഉപദ്രവിച്ചു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി മുഖത്ത് സ്പർശിച്ചതാണെങ്കിൽ അതിനപ്പുറമായിട്ട് അനുമോൾ അവിടെ പിടിച്ചു തള്ളിയിട്ടുണ്ടായിരുന്നു ജിസേല്. അപ്പൊ അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നു എന്നൊന്നും നമുക്ക് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. പിന്നെ എങ്ങനെ അനുമോളെ പുറത്താക്കും? ഇനി അനുമോളെ ഇനിയിപ്പോ എങ്ങാനും പുറത്താക്കുകയായിരുന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് സീസൺ 7 അനുമോൾ ഇല്ലാതെ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങാനും ഇവര് അതിന്റെ പേരിൽ ഏതിന്റെങ്കിലും പേരിൽ അനുമോളെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് കണ്ടന്റ് കിട്ടുമായിരുന്നു? സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റും തിരിയുന്ന ഉപഗ്രഹങ്ങൾ മാത്രമായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും. എല്ലാവരും അനുമോളെ വെച്ചുകൊണ്ട് മാത്രമാണ് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ എല്ലാവർക്കും അനുമോൾക്ക് ബിഗ് ബോസ് വിന്നർ ആവാനായിട്ടുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു മെഴുകുന്നവരാണ് കൂടുതലും കാണുന്നത്. എന്തിനാണ് ഇവരിങ്ങനെ കരഞ്ഞു മെഴുകുന്നത്? PR ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. PR ഇല്ലാത്ത ബിഗ് ബോസ് വീട്ടിൽ ഏത് മത്സരാർത്ഥി ഉണ്ടായിരുന്നു? എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. അത് ആരും തുറന്ന് സമ്മതിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സമയത്ത് ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ തന്നെ ഈ പറയുന്ന അക്ബർ, ആര്യൻ, എത്രയോ പേര് PR ഉണ്ടെന്ന് സമ്മതിച്ചൊരു കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും PR ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അനുമോൾക്ക് PR ഉള്ളത് മാത്രമാണ് എല്ലാവരുടെയും വിഷമം. അനുമോൾ വിന്നറായതിന്റെ വിഷമോ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ബിഗ് ബോസ് വീടിനുള്ളിലും ബിഗ് ബോസ് വീടിന് പുറത്തും ഏറ്റവും കൂടുതൽ അറ്റാക്കിങ് നടത്തിയ മത്സരാർത്ഥി എന്ന് പറയുന്നത്, അറ്റാക്ക് നേരിട്ട മത്സരാർത്ഥി എന്ന് പറയുന്നത് അനുമോളാണ്. അത് ചെറിയ തോതിലൊന്നല്ല, അത്രയും അറ്റാക്കിങ് അനുമോൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അകത്താണെങ്കിലും പുറത്താണെങ്കിലും. പുറത്തിറങ്ങിയതിന് ശേഷവും കുറെ എണ്ണത്തിന്റെ കരച്ചിൽ ഇതുവരെ തീർന്നിട്ടേ ഇല്ല. അനുമോൾ വിന്നറാമായ യോഗ്യതയില്ല, അനുമോൾ PR കൊണ്ട് മാത്രം കപ്പെടുത്തു. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ബിഗ് ബോസ് അനുമോളുടെ കയ്യിൽ നിന്ന് ആ കപ്പ് തിരിച്ചു വാങ്ങിച്ചോണ്ട് പോയോ? അനുമോളെ PR കൊണ്ട് കപ്പ് നേടിയതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല, കപ്പങ്ങ് തിരിച്ചു തന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ കയ്യിൽ നിന്ന് ആ ക്യാഷ് പ്രൈസും കാറും ആ കപ്പും ഒക്കെ ബിഗ് ബോസ് തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയോ? അനുമോൾക്ക് ഒരു ചുക്ക് സംഭവിക്കാനില്ല. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ കരഞ്ഞു മെഴുകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇനിയിപ്പോൾ എത്രയൊക്കെ കരഞ്ഞു മെഴിക്കാലും അനുമോൾക്ക് കിട്ടിയിട്ടുള്ള ഫെയിം ആണെങ്കിലും അനുമോൾക്ക് കിട്ടിയിട്ടുള്ള കപ്പാണെങ്കിലും കാശാണെങ്കിലും കാറാണെങ്കിലും ഒന്നും തന്നെ അനുമോൾക്ക് നഷ്ടപ്പെടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതെങ്കിലും മനസ്സിലാക്കിയിട്ട് ഒന്ന് അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ നിങ്ങൾക്കെന്നൊക്കെ എനിക്ക് ചോദിക്കാൻ തോന്നുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയങ്ങൾ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ഓരോരോ വിഷയങ്ങൾ ബിഗ് ബോസിൻ്റെതായിട്ടുള്ളത് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് കപ്പെടുത്തതിനെ ഒരു വിഭാഗം സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ കുറെ എണ്ണത്തിന്റെ ചൊറിച്ചിൽ തീർന്നിട്ടില്ല. അപ്പൊ ആ ചൊറിച്ചിൽ തീരാത്തോണ്ട് വീണ്ടും വീണ്ടും ഇനി ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൊറിഞ്ഞിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പണി കിട്ടുന്നത് അവർക്ക് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് നന്നാവാൻ തീരുമാനിക്കുന്നുണ്ടോ? ഒരെണ്ണം നന്നാവാൻ തീരുമാനിക്കുന്നില്ല. എന്തായാലും ഇവളുമാരോ അല്ലെങ്കിൽ ആരാണെങ്കിലും അനുമോളെ ചൊറിഞ്ഞിട്ട് ഇനി ഒന്നും അനുമോൾക്ക് നഷ്ടപ്പെടാനില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുമോൾ പിന്നെ ഇതൊന്നും തന്നെ ബോധർ ചെയ്യുന്നില്ല. അനുമോൾ നെവർ
മൈൻഡ്, എനിക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞിട്ടാണ് അനുമോള് നടക്കുന്നത്. അപ്പൊ പിന്നെ ഇവന്മാരെല്ലാവരും ഇരുന്ന് കരയട്ടെ, അല്ലാതെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല്ലേ?